നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മിഖായൽ താലിന്റെ വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1950-ലാണ്. ഈ സമയത്ത് താലിന് വെറും 14 വയസ്സായിരുന്നു പ്രായം. ഈ ഗെയിമിൽ താൽ വൈറ്റ് സൈഡും സോഡൽ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബിഷപ്പിനെ B5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് A6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ A4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4ലെ പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് ഈ പോണിനെ എടുക്കുകയാണെങ്കിൽ D4 മൂവ് ചെയ്തുകൊണ്ട് ഈ പോണിനെ ഇവിടുന്ന് ഒഴിവാക്കിയ ശേഷം റൂക്ക് വെച്ച് നൈറ്റിനെ പിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വൈറ്റിന്റെ മെയിൻ മൂവ്. എന്തായാലും ബ്ലാക്ക് ഇപ്പോൾ ഈ പോണിനെ നേടിയെടുക്കുന്നില്ല. പകരം ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ B5 ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ B3ലേക്ക് മൂവ് ചെയ്ത ശേഷം കിങ്സ് എല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടുപേരും പീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഇവിടെ വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം E5ലെ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ബ്ലാക്കും D6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് C3 മൂവ് ചെയ്തുകൊണ്ട് D4ലെ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇനി ബ്ലാക്കിയുടെ ബിഷപ്പും നൈറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഈ D4ലേക്കുള്ള 2 സപ്പോർട്ടുകൾ നഷ്ടപ്പെടും. അതുകൊണ്ട് വൈറ്റ് ആദ്യം തന്നെ ആ പോണിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ആദ്യം പോണപ്പിച്ച് പോണിട്ടുന്നു. വൈറ്റ് പോണപ്പിച്ച് തിരിച്ചിട്ടുന്നു. അതിനുശേഷം നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ C2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ വൈറ്റിന് ഈ C4 സ്കോറിലേക്ക് കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബ്ലാക്ക് നൈറ്റിനെ ആ C4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ബിഷപ്പിനെയും B2ലെ പോണെയും ഫോർക്ക് ചെയ്യുന്നു. താൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. അറ്റാക്കിലുള്ള ബിഷപ്പിനെ C1ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് B2ലെ പോണിനെ സപ്പോർട്ടും ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വേഗം ഈ സെന്റർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് C5 ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ താലിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം B3 ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. നൈറ്റ് B6ലേക്ക് മൂവ് ചെയ്ത ശേഷം പോൺ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. ഇപ്പോൾ ക്വീനുകൾ തമ്മിൽ അറ്റാക്കിലാണ്. താലിനിവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് താല്പര്യമില്ല. അതുകൊണ്ട് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ വൈറ്റിന് D5ലേക്ക് ഉണ്ടായിരുന്ന കൺട്രോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് വൈറ്റിന് ഈ D4ലേക്കുള്ള കൺട്രോൾ ഒഴിവാക്കുന്നു. ഇവിടെ ഇപ്പോൾ ക്വീന് വെച്ച് തിരിച്ചുവിട്ടുന്നത് തന്നെയാണ് മെയിൻ മൂവ്. എന്നാൽ താൽ ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ക്വീന് വെച്ച് തിരിച്ചുവിട്ടുന്നില്ല. പകരം പോൺ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ക്വീനെ D4ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ താലിപ്പോൾ ഈ നൈറ്റിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് റൂക്കിനെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. പകരം E5 ചെയ്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ വെച്ച് റൂക്കിനെ എടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനാണെങ്കിൽ ബ്ലാക്കിനെ ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഈ നൈറ്റിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ അടുത്തൊരു സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ B2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കുമാണ്. ബ്ലാക്ക് ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്ത് ക്വീൻ വെച്ച് A2ലെ പോൺ ഇട്ടിരിക്കുകയാണെങ്കിൽ പോൺ വെച്ച് ആ നൈറ്റിനെ എടുക്കാം. ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കുമാണ്. ഇപ്പോൾ ബിഷപ്പ് ഇട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇടേണ്ട ആവശ്യമില്ല. പകരം ക്വീനെ കൂടെ D3ലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇതോടെ ഇവിടെ ഒരു മെയ്റ്റും ത്രെട്ട് വരും. ഈ ചെക്ക്മെന്റ് ഒഴിവാക്കാൻ ബ്ലാക്കിന് ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. G6 മൂവ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് വൈറ്റിന് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കാം. ഇതോടെ വൈറ്റിന് സാക്രിഫൈസ് ചെയ്ത റൂക്കിന് പകരം സ്ട്രോങ് ബിഷപ്പ് പെയർ കിട്ടും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ക്വീൻ വെച്ച് A2ലെ പോൺ എടുക്കുന്നില്ല. ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇത്രയും മൂവുകൾ താലിന്റെ കാൽക്കുലേഷനിൽ ഉള്ളതായിരുന്നു. ഇങ്ങനെ ഒരു പൊസിഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് നേരത്തെ ഈ ക്വീൻ വെച്ച് ബിഷപ്പിനെ കിട്ടുന്നതിന് പകരം പോൺ വെച്ച് വെട്ടിയെടുത്തത്. ഇവിടെ വൈറ്റ് അടുത്തൊരു സാക്രിഫൈസിലേക്ക് പോവാണ്. ബിഷപ്പ് വെച്ച് H7ലെ പോണിനെ എടുത്ത് ചെക്ക് കൊടുത്തുകൊണ്ട് ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതിപ്പോൾ ബിഷപ്പ് സാക്രിഫൈസ് അല്ല, ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് വന്നിട്ടുണ്ട്. ചെക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ആദ്യം അതിനെ വെട്ടിയെടുക്കേണ്ടി വരികയാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. വൈറ്റ് ക്വീൻ വെച്ച് ബ്ലാക്കിന്റെ ക്വീനെ എടുക്കുന്നു. ഇപ്പോൾ വൈറ്റിന് ബ്ലാക്കിന്റെ ക്വീനെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് 3 പീസുകൾ നഷ്ടമായിരിക്കുകയാണ്. ഇനി ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ബ്ലാക്ക് വേഗം കിങ്സിലേക്ക് ഒരു അറ്റാക്ക് കൊടുക്കുകയാണ്. ആദ്യം നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ F3ലെ പോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം. ഇപ്പോൾ ക്വീനെ C3ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത നൈറ്റ് D5ലേക്ക് ഒന്ന് ക്വീനെതിരെ അറ്റാക്ക് വരും. അല്ലാതെ നൈറ്റ് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുത്ത ശേഷം
നേരത്തെ കണ്ട ഫോർക്ക് ചെക്കിലേക്ക് തന്നെ പോവാം. ആ സമയത്ത് ക്വീൻ ആയിരിക്കും ഫോർക്കിലാകുന്നത്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ക്വീൻ ഉപയോഗിച്ചോ നൈറ്റ് ഉപയോഗിച്ചോ ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം കിങ്ങിനെ G2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് അടുത്ത നൈറ്റിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് കിങ്ങിനെ അവിടെ നിന്ന് മൂവ് ചെയ്യിക്കാനാണ് ബ്ലാക്കിന്റെ ലക്ഷ്യം. വൈറ്റ് ക്വീനെ C1ലേക്ക് കൊണ്ടുവന്ന് ആ അറ്റാക്കും ഡിഫെൻഡ് ചെയ്യുന്നു. ഈ സമയത്ത് നൈറ്റിനെ E6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചെക്കിന് മാത്രമല്ല ബിഷപ്പ് വെച്ച് ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ബിഷപ്പ് വെച്ചുകൂടെ ആ സ്കോറിലേക്ക് കൺട്രോൾ വരാനും പിന്നീട് റൂക്കുകൾ കൂടെ ഗെയിമിലേക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഗെയിമിൽ ബ്ലാക്കിന് വ്യക്തമായ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് ഈ പൊസിഷനിൽ താൽ തോൽവി സമ്മതിക്കുകയായിരുന്നു. താൽ തോറ്റ ഗെയിം കാണിച്ചെന്നും പറഞ്ഞ് ആരും വഴക്കിന് വരരുത്. ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തോൽക്കുന്ന ഗെയിം കാണിക്കണമെന്ന് പറഞ്ഞ് ഒരു സുഹൃത്ത് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഗെയിം ഇപ്പോൾ കാണിച്ചത്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.